ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാഹ് നമുക്കൊരു സുഖം കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ചൂടായപ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് വഴറ്റിയെടുക്കണതാണ്. അങ്ങനെ അത് വെച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് ഓർത്തത് എൻ്റെ വീഡിയോ എടുക്കാമെന്നുള്ളത്. ഒന്നും ഇട്ടിട്ടില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും ചെറുതാക്കി എരിഞ്ഞതില്ല അത് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വാടാനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരു വിധം വഴണ്ടി വന്നിട്ടുള്ളൂ. ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി ആയിട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. തുറന്നിട്ട് നമുക്ക് ഇളക്കിയിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് ഒരു തുള്ളി നല്ല കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ നമ്മൾ ചിക്കൻ മസാല ഇല്ല അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. കൂടുതൽ എരിവ് വേണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാമല്ലോ. ഞാൻ മസാല ഇതൊക്കെ കൂടെ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പുണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം ഇല്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്ത് വെച്ചാൽ ഞങ്ങൾ 3 ആളുണ്ട്. പക്ഷേ 2 മുട്ട മതിയിട്ടാണ്. ഞാൻ മുട്ട വയ്ക്കൂല. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ആക്കിയത്. നമുക്കിതിൻ്റെ മേലേക്കൊക്കെ ഒന്ന് മസാല ഇട്ട് കൊടുത്തിട്ട് അവിടെ വെക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ ഒരു തുള്ളി മല്ലിയില നമുക്ക് ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇറക്കി വെക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത് നമ്മൾ ചപ്പാത്തി ആട്ടോ ചുടുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ രാവിലെ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണല്ലേ, ശനിയാഴ്ച. അപ്പോൾ അങ്ങനെ ഓരോരോ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് താമസിച്ചൊക്കെയാണ് അടുക്കളയിലൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് എന്നത്തെ പോലെ തന്നെ. എണീറ്റിട്ടില്ല 2 ആൾ.
നമ്മൾ ഉച്ചക്കേക്കുള്ള ചോറിന് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അന്ന് കുറച്ച് വെച്ചിട്ടുള്ളൂ ചോറിട്ട്. അന്നേരത്തെ ലേശം ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ടിട്ട് വെച്ചിട്ടുള്ളൂ. നമ്മൾ കർട്ടനുകളൊക്കെ ഒന്ന് ഊരി അലക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയൊക്കെ ഇടണം. ഇവിടെ സ്കൂളില്ലാത്ത സമയത്ത് ഇവർക്ക് ഇതൊക്കെ തന്നെ പണി. അതാ മീനിനെ ഒക്കെ വെള്ളം മാറ്റലും ഒക്കെ. എന്താ പ്രസവിക്കാനായ മീനേതാ കഴിച്ച് പ്രസവിക്കാതായ മീനിനെ മാറ്റിയിട്ടേക്കണേന്ന് കേട്ടത്. ഇത് വേറെ ഇത് പ്രസവിക്കാനായിക്കണ അതുകൊണ്ട് പറ. ഇത് ഇല്ല ഒക്കെ ഇങ്ങനെ മാറ്റിയിട്ട് വെച്ചേക്കുക. ഞാൻ തിരുവിയോട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയുന്നൊന്നും മേലെ കൊണ്ടുപോയി തോരട്ടരുമെന്ന് ചോദിക്കുകയാണ്. എല്ലാം അയച്ച് വിലക്കാട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ തുടച്ചുതരാന്നൊക്കെ പറയുന്നുണ്ട്. ജനാലും ഒക്കെ ഉമ്മ തുടച്ചുതരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.